സ്നേഹവന്ദനങ്ങൾ പ്രിയമുള്ളവരെ, എന്നെ തൊട്ട സന്ദേശം ഇന്നും ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട ഒരു നല്ല മെസ്സേജിൻ്റെ കുറേ ഭാഗങ്ങൾ ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി കാണിക്കുകയാണ്. കഴിഞ്ഞ ജൂലൈ മാസം 1-ാം തീയതി എൻ്റെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ഞാനും സാൻഡിയും അന്ന് രാവിലെ സിംഗപ്പൂരിലുള്ള എബനേസർ ഫെലോഷിപ്പിൻ്റെ ഒരു മീറ്റിങ്ങിന്, സൂം മീറ്റിങ്ങിന് ഞങ്ങൾ ഒന്നിച്ച് സംസാരിച്ചു. സാൻഡിയാണ് ആദ്യം വചനം പറഞ്ഞത്. സാൻഡി വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് കുറേ ജീവിതാനുഭവങ്ങളും അതുപോലെ വിവാഹത്തെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച് ഒക്കെയുള്ള വചനമൊക്കെയാണ് സംസാരിച്ചത്. അതിനുശേഷം ആ വചനം ഒന്ന് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിച്ചപ്പോഴും ഞങ്ങളുടെ കുറേ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങൾ പറഞ്ഞ വചനം എംഒഎസിലേക്ക് പോയ ശിഷ്യന്മാരോടൊപ്പം ആ 2 ശിഷ്യന്മാർ അവർ ഒരു കുടുംബമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തോടൊപ്പം അവരറിയാതെ മറ്റൊരു വേഷത്തിൽ, ഒരു സഹയാത്രികൻ്റെ വേഷത്തിൽ യേശു കൂടെ നടന്നതുകൊണ്ട് ആ 7 നാഴിക മുഴുവൻ അവർ വാദിച്ചും തർക്കിച്ചും പോയെങ്കിലും അവരുടെ ജീവിതത്തിൽ അവരോടൊപ്പം നടന്ന യേശുവിൻ്റെ സാന്നിധ്യം വീട്ടിൽ എത്തും വരെയും അവരെ ഒന്നിച്ച് നടത്തി. അതുകൊണ്ട് യേശുവിനോട് കൂടെ നടന്നാൽ വാദവും തർക്കവും ഒക്കെ ഉണ്ടായാലും കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെയുള്ള സന്ദേശമാണ് ഞങ്ങൾ കൊടുത്തത്. ആ മെസ്സേജ് ഞങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്നു. ആസാദിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ മെസ്സേജ് നൽകണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ കുറേ കഴിഞ്ഞ് ഞങ്ങളതിൻ്റെ ഒരു ഇൻട്രഡക്ഷനൊക്കെ ഒന്നിച്ചിരുന്നൊരു ഫാമിലി ടൈം പോലെ ഒരു റെക്കോർഡിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത വീഡിയോ, സിംഗപ്പൂർ മീറ്റിങ്ങിൻ്റെ വീഡിയോ, ഞങ്ങളുടെ റെക്കോർഡിംഗ് പ്രോപ്പറായില്ല. അതിൻ്റെ വീഡിയോയിൽ എന്തോ പ്രോബ്ലം വന്നു, സൗണ്ടുമായിട്ട് സിങ്ക് ആകുന്നില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീഡിയോ അവിടെ ഉപേക്ഷിക്കേണ്ടി വന്നു. എന്തായാലും വെഡിങ് ആനിവേഴ്സറിയുടെ ആ ദിവസം തന്നെ ഞാനിങ്ങനെ പല വീഡിയോ മെസ്സേജസ് കാണുമ്പോൾ PC ചെറിയാൻ പാസ്റ്ററുടെ ഒരു വിവാഹത്തിന് നടത്തിയ ഒരു മെസ്സേജിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ കണ്ടു. ആ ക്ലിപ്പ് ഒരു ക്രിസ്ത്യൻ ചാനലിലൊന്നുമല്ല അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ലക്ഷക്കണക്കിന് ആളുകൾ ആ ക്ലിപ്പ് കാണുകയും അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നതിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. PC ചെറിയാൻ പാസ്റ്റർ എനിക്കൊരു ആത്മീയ ഗുരുവിനെ പോലോ പിതാവിനെ പോലോ ഒക്കെയാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, PC ചെറിയാൻ പാസ്റ്ററുടെ വീഡിയോ ആണ് എൻ്റെ യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തത്. 2008 2008 ആഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ആദ്യമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അന്ന് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്ത വീഡിയോ പാസ്റ്റർ PC ചെറിയാൻ പാസ്റ്ററുടെ മുംബൈ ഞങ്ങൾ അന്ന് ശുശ്രൂഷിക്കുന്ന ഫെയ്ത്ത് സിറ്റി ചർച്ചിൽ വന്ന് നടത്തിയ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ PC ചെറിയാൻ പാസ്റ്ററുടെ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ജീവിതം തുടങ്ങിയത്. പിന്നീട് ആസാദി മലയാളം തുടങ്ങിയപ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പോൾ 7 വർഷമായിരിക്കുന്നു ഈ ജൂലൈ മാസത്തിൽ ആസാദി മലയാളം ചാനൽ തുടങ്ങിയിട്ട്. 7 വർഷം മുമ്പ് ആസാദി മലയാളത്തിൽ PC ചെറിയാൻ പാസ്റ്ററുടെ മറ്റൊരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തു. അത് ഭയങ്കര വൈറലായി തീർന്നു. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചാനലുകളിലൊക്കെ PC ചെറിയാൻ പാസ്റ്റർ വീഡിയോ കൊണ്ടുവന്നപ്പോൾ അതിനൊരു വലിയ അക്സെപ്റ്റൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ എനിക്ക് ഒത്തിരി സ്നേഹമുള്ള, ബഹുമാനമുള്ള ഒരു ദൈവദാസനാണ് പാസ്റ്റർ PC ചെറിയാൻ. ഞങ്ങൾ ഒരു നാട്ടുകാരുമാണല്ലോ, റാന്നിക്കാരാണല്ലോ. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. PC ചെറിയാൻ പാസ്റ്ററുടെ വിവാഹ ശുശ്രൂഷയിൽ നടത്തിയ ആ വീഡിയോ ക്ലിപ്പ് അത് ലക്ഷക്കണക്കിന് ആളുകൾ, അതും സെക്കുലർ ലോകത്തുള്ളവർ അതിനെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒരു ചാനലിൽ കണ്ടത് 18 ലക്ഷം ആളുകൾ ആ വീഡിയോ ക്ലിപ്പ് കണ്ടിരിക്കുന്നു. അവരിൽ പലർക്കും PC ചെറിയാൻ പാസ്റ്റർ അച്ഛനാണോ പാസ്റ്ററാണോ എന്നൊന്നും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതിനകത്ത് വരുന്ന കമൻറ്റുകൾ അച്ഛൻ്റെ പ്രസംഗം നല്ലതായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞത് വളരെ സത്യമായ കാര്യമാണ്, കുടുംബജീവിതത്തെക്കുറിച്ച് ഒരു വിവാഹ ശുശ്രൂഷയിൽ നടത്തുന്ന പ്രസംഗമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കൗതുകം തോന്നി ഈ പറഞ്ഞ വീഡിയോ ക്ലിപ്പിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ ഞാൻ അന്വേഷിച്ച് ആ വീഡിയോ ക്ലിപ്പ് ഒരു വിവാഹ ശുശ്രൂഷയിൽ നടന്നൊരു പ്രസംഗമാണ്. ആ വിവാഹ ശുശ്രൂഷയുടെ വീഡിയോ കണ്ടെത്തി. എനിക്ക് തോന്നി ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ചില കാര്യങ്ങൾ, കുടുംബജീവിതത്തെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഈ എപ്പിസോഡിൽ
PC ചെറിയാൻ പാസ്റ്ററുടെ ആ മെസ്സേജിൻ്റെ കുറേ ഭാഗങ്ങൾ കൂടെ കാണിക്കണമെന്ന്. ആദ്യമായിട്ട് സിംഗപ്പൂർ മീറ്റിങ്ങിൽ ഞങ്ങൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണം PC ചെറിയാൻ പാസ്റ്ററുടെ മെസ്സേജ് നിങ്ങൾ കേൾക്കാൻ. ഒന്നാമത് ഞങ്ങൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബജീവിതത്തിൽ ഒരുപക്ഷെ രണ്ടുപേരും ഒരേ അഭിപ്രായക്കാരായിരിക്കുകയില്ല. എന്നാൽ എങ്ങനെയാണ് വിവിധ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഒന്നിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്നത്? സാൻഡി പറഞ്ഞത്, സാൻഡിക്ക് ഈ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിൻ്റെ ആരംഭകാലങ്ങളിൽ ഒരു ഫുൾ ടൈം മിനിസ്ട്രിയോട് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു ദർശനവും കാഴ്ചപ്പാടും ഒക്കെയായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഒരേ വേവ് ലെങ്തിലേക്ക്, ഒരേ ചിന്താഗതിയിലേക്ക് വന്നതെന്ന് ആ മീറ്റിങ്ങിൽ ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾ ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേ ആശയമുള്ളവരായി മാറി. അത് ഒരു ദിവസത്തെ പ്രോസസ്സൊന്നുമല്ല. ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞു, ഞാൻ അതിനുവേണ്ടി ചെയ്തത്, ഞാൻ സാൻഡിയെ ഫോഴ്സ് ചെയ്യുകയോ നിർബന്ധിക്കുകയോ ഒന്നും ചെയ്തില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധാത്മാവിന് മാത്രമേ ഒരു വ്യക്തിയുടെ ചിന്താഗതികളെ മാറ്റുവാൻ കഴിയുള്ളൂ. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരെയും ഒരേ ആശയത്തിലേക്ക് കൊണ്ടുവരുവാൻ ഇടയായി. രണ്ടാമത് ഞങ്ങൾ പറഞ്ഞൊരു കാര്യം, ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ എൻ്റെ പിതാവ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് 2 പേർക്ക് തന്ന 2 അഡ്വൈസാണ്. ഒന്നാമത്തെ അഡ്വൈസ്, എൻ്റെ പിതാവ് പറഞ്ഞു, ഞാൻ പറയില്ല നിങ്ങൾ വഴക്കുണ്ടാക്കത്തില്ലെന്ന്. നിങ്ങൾ എന്ന് വഴക്കുണ്ടാക്കിയാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഉറങ്ങുന്നതിന് മുമ്പ് രണ്ടുപേരും പരസ്പരം ക്ഷമ ചോദിച്ച് കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാതെ ഉറങ്ങരുത്. ഇത് ഒന്നാമത്തെ ഒരു ഉപദേശമായിരുന്നു. പിതാവിൻ്റെ ആ ഉപദേശം ഞങ്ങൾ വളരെ റിലീജിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നു. വിവാഹം കഴിഞ്ഞിട്ട് ഇത് ഈ ജൂലൈ മാസം 1-ാം തീയതി 26 വർഷങ്ങൾ തികഞ്ഞു. കർത്താവിൻ്റെ കൃപയാൽ ജൂലൈ മാസം 1-ാം തീയതി 2000 ആണ്ട് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ അന്ന് രാത്രി മുതൽ ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇന്ന് വരെ ഞങ്ങൾ ഒന്നിച്ച് പട്ടണത്തിലുള്ള സമയങ്ങളിലൊക്കെ ഞങ്ങൾ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. ഇന്ന് വരെ പിതാവിന് കൊടുത്ത ആ വാക്ക് ലംഘിച്ചിട്ടില്ല. കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട ഒരു കാര്യം, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, പക്ഷേ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരേ അഭിപ്രായത്തിലേക്ക് വരുവാനും നാം ഒന്നിച്ച് കർത്താവ് നൽകുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടി മുന്നേറുവാനും ഒക്കെ അത് സഹായിക്കും. രണ്ടാമത്തെ ഒരു നിർദ്ദേശമായിരുന്നു, നിങ്ങൾക്ക് 2 പേർക്കും 2 പേഴ്സ് ഉണ്ടാകരുത്. അപ്പോൾ അതെങ്ങനെയാണ് പ്രാക്ടിക്കലാകുന്നത്? കാരണം 2 പേരും ജോലിക്കൊക്കെ പോകുമ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുമ്പോൾ ഒരു പേഴ്സും കൊണ്ട് സഞ്ചരിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പോൾ പപ്പ ഞങ്ങളോട് പറഞ്ഞു, അതിൻ്റെ അർത്ഥം ജോലിക്ക് പോകുമ്പോൾ എൻ്റെ വൈഫ് വേറൊരു പേഴ്സ് കൊണ്ടുപോകല് എന്നല്ല. 2 പേരുടെയും കയ്യിൽ എന്താണ് സാമ്പത്തികമായിട്ടുള്ളത് എന്നത് മറ്റൊരാൾ അറിഞ്ഞിരിക്കണം. ഹസ്ബൻഡിൻ്റെ കയ്യിൽ എന്ത് വരുമാനമുണ്ട്, ബാങ്കിൽ എന്ത് ബാലൻസ് ഉണ്ട്, ഭാര്യ അറിഞ്ഞിരിക്കണം. ഭാര്യയുടെ കയ്യിൽ എന്ത് സേവിങ്സ് ഉണ്ട്, അത് ഭർത്താവ് അറിഞ്ഞിരിക്കണം. എന്തിനാണെന്നറിയാമോ? പരസ്പരം ധാരണയോടുകൂടെ സാമ്പത്തിക വിഷയങ്ങൾ അങ്ങനെ ക്രമീകരിച്ച് ജീവിച്ചെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബജീവിതത്തെ അനുഗ്രഹമായിട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഞങ്ങൾ അതും പാലിച്ചുകൊണ്ടിരിക്കുന്നു. 2 പേർക്ക് 2 പേഴ്സില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വരവ് ചെലവ് കണക്കുകൾ 2 പേർക്കും അറിയാം. പല കുടുംബങ്ങളിലും അങ്ങനെയല്ല. ഭാര്യയ്ക്ക് അറിയില്ല ഭർത്താവിൻ്റെ വരുമാനം എന്തെന്ന്. അതുകൊണ്ട് തന്നെ ചെലവാക്കുന്ന കാര്യത്തിലും ഒരുപക്ഷെ വരവിൽ കവിഞ്ഞ ചെലവ് നടത്തുന്നത് അപകടത്തിന് കാരണമായിത്തീരുന്നു. PC ചെറിയാൻ പാസ്റ്ററുടെ ഈ ഒരു വിവാഹ ശുശ്രൂഷ നടത്തിയ മെസ്സേജിൽ അദ്ദേഹം പ്രധാനമായിട്ടും പറയുന്ന 2 കഥകളാണ് ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നത്. ഒരു കഥയുടെ ഒരു സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പത്തിക വിഷയങ്ങളിൽ എങ്ങനെ ക്രമീകൃതമായി ജീവിക്കണമെന്നുള്ളതാണ്. രണ്ടാമത്തെ കഥയുടെ സമ്മറി എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തെറ്റിദ്ധാരണകൾ വെച്ച് കുടുംബജീവിതത്തിൽ സംശയങ്ങളുണ്ടാക്കി കുടുംബജീവിതത്തെ നശിപ്പിക്കല്ലേ. പിന്നെ ഈ 2 കഥയ്ക്കകത്തു നിന്ന് കിട്ടുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിത പങ്കാളിയെ മറ്റാരോളുമായി കമ്പയർ ചെയ്യുവാൻ പോകരുത്. യേശു കൂടെ നടന്ന എമ്മുവസിലെ ശിഷ്യന്മാർ വാദിച്ചും തർക്കിച്ചും പോയെങ്കിലും അവർ വീട്ടിലെത്തും വരെയും അവർ ഒന്നിച്ച് നടന്നതുപോലെ യേശുവിനോട് കൂടെ നടന്നാൽ നമ്മുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വീഡിയോയുടെ ഭാഗങ്ങൾ ആസാദിയുടെ പ്രേക്ഷകരെ ഇന്ന് കാണിക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കാണണം. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം. ബ്ലെസ്സിയെ സംബന്ധിച്ച് ഏറ്റവും സൗന്ദര്യം ആർക്കാണ്? പറഞ്ഞ മോളെ, ആർക്കാ? റോബിന്. ഈ മോളെക്കാട്ടി സൗന്ദര്യമുള്ള ഒരുപാട് സഹോദരിമാരുണ്ട്, ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ റോബിന് ഏറ്റവും സൗന്ദര്യമുള്ള സഹോദരി ആരാണ്? ബ്ലെസ്സിയാണ്. ഓരോ ഭർത്താവിനും അങ്ങനെയാണെന്നാണ് ദേവദാസൻ പറഞ്ഞത്. ആ ഭർത്താവിന് ഏറ്റവും സൗന്ദര്യം അവൻ്റെ
ഭാര്യയാണ്. ആ ഭാര്യയ്ക്ക് ഏറ്റവും സൗന്ദര്യം അവൻ്റെ ഭർത്താവാണ്. അങ്ങനെയാണെങ്കിൽ അവന് മറ്റാരെ കണ്ടാലും സന്തോഷം കൂടുതൽ വരുത്തൊന്നുമില്ല. ദുബൈയിൽ ഒരു റൂമിൽ താമസിക്കുന്ന 2 ബാച്ചിലേഴ്സ്, 2 പേരും വിവാഹിതരാണ്, 2 പേർക്കും ഭാര്യമാരുണ്ട്, 2 പേർക്കും 2 പിള്ളേരുണ്ട്. ഒരു സ്നേഹിതൻ നാട്ടിൽ വന്ന മനോഹരമായ 4000 സ്ക്വയർ ഫീറ്റുള്ള വീട് പണിതും അതിൽ കെട്ടി വോൾസ് വാഗൻ്റെ കാറും മേടിച്ച് മുറ്റത്തിട്ടും വെച്ച് അതിൻ്റെ എല്ലാം കൂടെ പടമെടുത്തോണ്ട് വീട് പ്രതിഷ്ഠയും കഴിഞ്ഞ് തിരിച്ച് ദുബൈയിൽ ചെന്ന് കൂടെ താമസിക്കുന്ന സ്നേഹിതനെ കാണിച്ചു. അവൻ ആൽബം എല്ലാം മറച്ചപ്പോഴാണ് ഈ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ പടം ആദ്യമായിട്ട് കാണുന്നത്. കണ്ടപ്പോൾ ഒരു സിനിമാ നടിയെക്കാട്ടി ബ്യൂട്ടിയിലാണ് പുള്ളിക്കാരത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നിൻ്റെ ഭാര്യ വളരെ സുന്ദരിയാണല്ലോ. ഉടനെ പറഞ്ഞു, അവളാണ് ഈ വീടെല്ലാം പണിയിപ്പിച്ചത്, അവളാണ് ഈ കാറ് മേടിച്ചത്, അവളാണ് ഈ പിള്ളേരെല്ലാം പഠിപ്പിച്ചത്. ഓരോ വാക്കും പറയുമ്പോൾ ഇവൻ്റെ അകത്ത് ഇങ്ങനെ അവളെക്കുറിച്ചുള്ള മതിപ്പ് വർദ്ധിച്ചു വരിക. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഭാര്യ ഇന്ന് വരെ ഒരു വീട് വെച്ചിട്ടില്ല, എൻ്റെ ഭാര്യ ഇന്ന് വരെ കാറ് മേടിച്ചിട്ടില്ല, എൻ്റെ ഭാര്യ ഇതുപോലെ ഒരുങ്ങി ഞാനിതുവരെ കണ്ടിട്ടില്ല, ഒരു ഫോട്ടോയ്ക്ക് ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മറ്റോ പറഞ്ഞു, നിൻ്റെ ഭാര്യയുടെ പടം ഒന്ന് കാണിച്ച്. ഉടനെ അവൻ്റെ ഭാര്യയുടെ പടം കാണിച്ചപ്പോൾ പൗഡർ ഇടാതെ, മുഖത്ത് പൊട്ടിയിടാതെ, പുരികം പഠിക്കാതെ, ലിപ്റ്റിക്ക് തേക്കാതെ ഒരു കൊച്ച. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് നാച്ചുറലായ സൗന്ദര്യമാണ്. ഈ കാണുന്ന എൻ്റെ ഭാര്യയുടെ മുഴുവൻ ആർട്ടിഫിഷ്യലാണ്, നിൻ്റെ ഭാര്യയുടെ സൗന്ദര്യം നാച്ചുറലാണ്. അവൾ പൗഡർ ഇടാതെ, സോപ്പ് ഇടാതെ, ലിപ്റ്റിക്ക് ഇടാതെയും ക്യൂട്ടക്സ് പുരട്ടാതെയും പുട്ടി മുഖത്തിടാതെയും ഒക്കെ ഉണ്ടായൊരു സൗന്ദര്യം. എൻ്റെ ഭാര്യയുടെ ഈ കാണുന്ന മുഴുവൻ അവൾ ആഴ്ചയിൽ 7000 രൂപ ബ്യൂട്ടി പാർലറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഇവൻ്റെ ഭാര്യ സുന്ദരിയാന്ന് അവൻ ആദ്യം പറഞ്ഞ് ഇവൻ കേൾക്കുക. അപ്പോൾ ഇവന് ഭയങ്കര സന്തോഷം. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ 2 പേരുടെയും ജോലി കമ്പനി ലേ ഔട്ടായി, ജോലി അങ്ങ് പോയി. ജോലി പോയപ്പോഴത്തേന് വീട് വെച്ചിട്ട് വന്നവന് പ്രഷർ കൂടുന്നു, ഞരമ്പ് പൊട്ടുന്നു, തലകറക്കം വരുന്നു, ആകെ പ്രശ്നമായി. മറ്റോ കൂളായിട്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് അവൻ ചോദിച്ചു, നിനക്കെന്നാ പ്രഷർ കൂടുന്നു? ഉടനെ പറഞ്ഞാൽ, ആ വീടിൻ്റെ പൈസ മുഴുവൻ ലോണാണ്, കാറിൻ്റെ പൈസ മുഴുവൻ ലോണാണ്, വലിയൊരു ബാധ്യത കിടക്കുക, ഇത് മുഴുവൻ അവൾ വരുത്തി വെച്ചതാണ്. അപ്പോൾ ഇവൻ പെട്ടെന്ന് ഇവൻ്റെ ഭാര്യയെ വിളിച്ചു, എടി എൻ്റെ ജോലി പോയി, എന്തോ ചെയ്യണം? അവൾ പറഞ്ഞു, അച്ഛൻ ധൈര്യമായിട്ട് പോരെ, അയച്ച പൈസ മുഴുവൻ ബാങ്കിലുണ്ട്, ഒരു പൈസ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ ഈ കഴിഞ്ഞ 13 വർഷം ചിലവ് നടത്തിയത് ആടിനെ വളർത്തിയും പശുവിനെ വളർത്തിയും കോഴിയെ വളർത്തിയും കിട്ടിയ പൈസ കൊണ്ടാണ്. അതുകൊണ്ട് ആ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാതെ വീട്ടിലെ കാര്യം നോക്കുമായിരുന്നു. അച്ഛൻ അയച്ച പൈസ മുഴുവൻ ബാങ്കിലുണ്ട്, നമുക്ക് 5 പൈസ കടമില്ല, ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു. ഒരാൾക്ക് പ്രഷർ കുറഞ്ഞു, ഒരാൾക്ക് പ്രഷർ കൂടി. കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടല്ലോ. പുറമേ കാണുന്ന സൗന്ദര്യമല്ല പ്രിയവരെ സൗന്ദര്യമെന്ന് പറയുന്നത്. കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നാളെ വരാൻ പോകുന്ന വെള്ളപ്പൊക്കത്തിൽ എൻ്റെ വീട് ഒലിച്ചു പോയാൽ എൻ്റെ വീട് തകരാതെ നിൽക്കാനുള്ള സാഹചര്യം എങ്ങനെയാണെന്ന് ഗ്രഹിച്ചിട്ട് നന്നായി നടത്തുന്ന ഭാര്യയുടെ പേരാണ് വിവേകമുള്ള ഭാര്യ. മനസ്സിലാകുന്നുണ്ടല്ലോ. വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ഒരു ഭാര്യയാണെങ്കിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ ഭർത്താവ് റെയിൽവേ പാളത്തിൽ ചാടേണ്ടി വരത്തില്ല, 1.5 മുഴം കയറന്വേഷിക്കേണ്ട കാര്യം വരത്തില്ല, ഞാൻ പൊട്ടാത്ത ഫാൻ ഏതാണെന്ന് നോക്കേണ്ട കാര്യം വരത്തില്ല, അല്ലെ പ്രഷർ കൂടി ഞരമ്പ് പൊട്ടിപ്പോവും. അതുകൊണ്ട് മോളെ വിവേകത്തോടെ കാര്യങ്ങൾ ചെയ്യണം. ജീവിതത്തിൽ ലഭിക്കുന്ന ചെറുതും വലുതുമാകുന്ന സാഹചര്യം കൊണ്ട് നന്നായിട്ട് പോകാനായിട്ട് തയ്യാറാകണം. പിന്നെ ഈ സംശയം എന്ന രോഗം ആർക്കും ഉണ്ടാകാതിരിക്കണം. ഈ അടുത്ത കാലത്ത് ഒരു ഭർത്താവ് കല്യാണം കഴിച്ച് പോയി ഭാര്യയും കൂടെ കൊണ്ടുവന്ന് അമേരിക്കയിൽ കൊണ്ടുപോയി. അമേരിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ ചില സോഷ്യലായിട്ട് ഇടപെടുന്ന എല്ലാവരുമായിട്ടൊരു സ്വാധീനം ചിരിക്കുന്നു. അവളോട് ചെന്നപ്പോൾ എല്ലാവരും ഹായ് പറഞ്ഞു, അവളും ഹായ് പറയാൻ തുടങ്ങി. അപ്പോൾ ആളുകളൊക്കെ ആയിട്ട് ഭയങ്കര സ്നേഹമായി സഹകരണമായി. അപ്പം പള്ളിയിൽ ചെന്നാലും ജോലി സ്ഥലത്ത് ചെന്നാലും ഇവർക്ക് ഒരു പ്രാതിനിധ്യം കൂടുതൽ, ഇവൻ എന്തോ ഒരു തടയപ്പെടുന്ന ഒരു തോന്നലൊക്കെ ആയപ്പോൾ ഇവനകത്ത് സംശയമായി. ഇങ്ങനെ സംശയമൊക്കെ ആയിട്ട് ഇവനിരിക്കുമ്പോൾ അവന് തോന്നി ഞാനല്ലാതെ വേറെ ആരെങ്കിലുമൊക്കെ ഇവളുമായിട്ട് സ്നേഹമുണ്ടെന്നൊക്കെ ഒരു ചിന്ത, തെറ്റായ ചിന്ത. അവൾ നല്ല കൊച്ചാ, പക്ഷെ ഇവൻ അങ്ങനെ തെറ്റായി ചിന്തിക്കാൻ തുടങ്ങി. ഒരു രാത്രി ഇവിടെ വന്ന് ക്ഷീണം കൊണ്ട് കയറി കിടന്നു, ഫോൺ ചാർജ് ചെയ്യാൻ കുത്തി വെച്ചിട്ടാണ് കിടന്നത്. ഇവൻ അവിടെ പോയി ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, പകലെല്ലാം ആകെ ദേഷ്യം, ഇവൻ്റെ അകത്ത് ഇങ്ങനെ പക പൊങ്ങിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ലൈറ്റ് കത്തി അണഞ്ഞു ഫോണിനകത്ത്. ഇവൻ പോയി നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് കണ്ടത് ബ്യൂട്ടിഫുൾ എന്നാണ്. ഇവനാ ഉറങ്ങിക്കിടന്ന പെണ്ണിനെ ഒറ്റ അടി ചെവിക്കലിന്. അവൾ ചാടി എണീച്ച്, അച്ഛാ എന്തോ പറ്റിയെന്ന് ചോദിച്ചോ. പറഞ്ഞു, എടി എന്നെക്കാട്ടിക്കുള്ളൂ നീ ബ്യൂട്ടിഫുള്ളാന്ന് അടിച്ചത് ആരാടി, അവൻ ആരായാലും അവനെ കൊന്നിട്ടേ ഉള്ളൂ എന്നാ പറഞ്ഞു. വീട്ടിൽ ഭയങ്കര ബഹളം. പെണ്ണാകെ ഞെട്ടി. അച്ഛാ എവിടെ ബ്യൂട്ടിഫുൾ വന്നത് നോക്കാൻ പറഞ്ഞപ്പോൾ ഫോൺ പിന്നെയും ലൈറ്റ് കെട്ടു. ഒന്നുകൂടെ ചാർജ് ചെയ്യാൻ കുത്തിയപ്പം ബാറ്ററി ഫുള്ളെന്നാ.
ഫോണിനകത്ത് ബാറ്ററി പൊള്ളുന്നു. ഇവൻ്റെ ഈ പരവേശവും അവിവേകം കൊണ്ട് അവൻ ബ്യൂട്ടിഫുൾ എന്ന് കണ്ട് ഉറങ്ങി കിടന്ന കൊച്ചിനെ ചെവിക്കലിനടിച്ച് ആ കുടുംബം തകർന്നു കേട്ടോ. എൻ്റെ പ്രിയമുള്ളവരെ, തെറ്റിദ്ധാരണ ഉണ്ടായിട്ട് എന്തെങ്കിലുമൊക്കെ വായിച്ചിട്ട് വിഷയം ഉണ്ടാക്കരുത്. അതുകൊണ്ട് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്നത് വേദപുസ്തകത്തെക്കാൾ അധികം ആകരുത്. സന്തോഷമുണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഇന്നെല്ലാവർക്കും ഇതിനെക്കാട്ടി പ്രാധാന്യം, പുസ്തകത്തെക്കാട്ടി വേദപുസ്തകത്തെക്കാട്ടി പ്രാധാന്യം ഫേസ്ബുക്കിനും വാട്സപ്പിനും ട്വിറ്ററിനും എല്ലാം കൊടുത്തിട്ട് ഭാര്യ ഭർത്താവിനോട് മിണ്ടുന്നില്ല, ഭർത്താവ് ഭാര്യയോട് മിണ്ടുന്നില്ല, പിള്ളേർ അപ്പനോടും അമ്മയോടും മിണ്ടുന്നില്ല. ആകെ കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, തെറ്റിദ്ധാരണ ജനിച്ചിട്ട് കുടുംബങ്ങൾ തകരാതിരിക്കണമെങ്കിൽ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. ഇനി ഒന്ന് രണ്ട് കാര്യം പറയാൻ പോണം. മോളെ ഡോക്ടറാണ്, എല്ലാ സമയത്തും ഡോക്ടർമാർക്ക് ജോലി കിട്ടിയെന്ന് വരത്തില്ല. വരുമോ? ഇല്ല. MD എടുത്ത ഡോക്ടർമാർ ചുമ്മാതിരിപ്പുണ്ട്, ഇല്ലേ സാറേ? ജോലിയില്ല. പക്ഷെ പാസ്റ്റർമാർക്ക് എന്തെങ്കിലുമൊക്കെ പണി കിട്ടാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ശരിയല്ലേ ചാ? ഇഷ്ടം പോലെ പണി കിട്ടുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പം നാളെ നമുക്ക് അത്യാവശ്യമായിട്ട് ഈ പണ്ടത്തെ അടച്ചേറ്റിയെ വെച്ച്, അടച്ചേറ്റി എന്നൊക്കെ പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ? അടച്ചേറ്റി, പണ്ട് അരിയൊക്കെ പാർക്കുന്ന അടച്ചേറ്റി, അതേലെ മുളക് ചുട്ട് വെച്ചിട്ട് ഉപ്പുകല്ലും കൂടെ വെച്ച് ചമ്മന്തി അരച്ച ചമ്മന്തിയും കഞ്ഞിയുമേ ഉള്ളെങ്കിൽ തൊട്ടടുത്ത വീട്ടിൽ ഫ്രൈഡ് റൈസും ചിക്കനും ആയിരിക്കും. അതിൻ്റെ മണം പിടിച്ചോണ്ട് ഈ ചമ്മന്തിയും കഞ്ഞിയും കഴിച്ചോണം. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. അങ്ങനല്ലേ? അവൻ്റെ വീട്ടിൽ അണ്ണഫിൻ്റെ മെത്തയാണ്, നിൻ്റെ വീട്ടിൽ പുൽപ്പായ ഉള്ളെന്നിരിക്കട്ടെ. അവൻ്റെ അണ്ണപ്പെ കുരുങ്ങി കിടന്നോട്ട് സ്പ്രിംഗ് ആക്ഷനിൽ, നീ ആ പുൽപ്പായ കിടന്നോണം. ഉള്ളത് കൊണ്ട് എല്ലാവരും പറഞ്ഞേ തൃപ്തിപ്പെടണം. എന്നാൽ ദൈവം നിങ്ങളെ കൈവിടത്തില്ല. മക്കളെ, ലോകത്തിൽ ആരെല്ലാം നിങ്ങൾക്ക് സപ്പോർട്ടുണ്ടെങ്കിലും ദൈവം കൈവിട്ടാൽ നിന്റെ കാര്യം പോക്കാ. പക്ഷെ ലോകത്തിൽ ആരും നിനക്ക് സപ്പോർട്ടില്ലെങ്കിലും എൻ്റെ ദൈവം നിനക്ക് തുണയാണെങ്കിൽ സന്തോഷമുണ്ട് കൈ അടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഉലകത്തിൽ ആരെല്ലാം നിന്നെ കൈവിട്ടാലും ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരുമില്ല. സന്തോഷമുള്ളവർ ആ കരമുയർത്തി നിറച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിൽ നിന്ന് ഉയർത്താൻ കഴിയുന്ന ദൈവത്തിനാണ്. മനുഷ്യൻ ഉയർത്തിയാൽ എന്നേലും കൊണ്ട് താഴെയിടും, പക്ഷെ ദൈവം ഉയർത്തിയാൽ ആർക്കും താഴ്ത്തിടാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ദൈവം നിങ്ങളെ ഉയർത്താനായിട്ട് തമ്മിൽ സ്നേഹമുള്ളവരായി കീഴ്പ്പെട്ട് അനുസരിച്ച് ഭയപ്പെട്ട് അന്യോന്യം ബഹുമാനത്തോടെ പരസ്പര വിശ്വാസത്തോടെ ദൈവത്തെ സേവിച്ച് ജോലിയുടെ ഒപ്പം കർത്താവിൻ്റെ വേലയ്ക്കും പ്രാതിനിധ്യം കൊടുത്ത് മുൻപോട്ട് പോക്കൂ. ഒരിക്കലും നിങ്ങൾക്കൊരു ദോഷം വരത്തില്ല. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അകത്ത് പ്രശ്നങ്ങൾ ഡോക്ടർക്കും ഉണ്ടാകും, പാസ്റ്റർക്കും ഉണ്ടാകും. പക്ഷെ ഉണ്ടാകുമ്പോൾ പരിഹാരകനായി നല്ലൊരാളുണ്ട്, അത് നമ്മുടെ കർത്താവാണ്. കാനാവിലെ കല്യാണ വീട്ടിൽ ഭയങ്കര പ്രശ്നമുണ്ടായി. ഇതിനെക്കാട്ടി വലിയ സദസ്സ് വീഞ്ഞു തീർന്നു പോയി. പക്ഷെ ആ വിഷയം പറയേണ്ടിടത്ത് പറഞ്ഞു. പറയേണ്ടിടത്തെ പറയാവൂ. തൊട്ട് താഴെ ആ വീടെന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് ചെല്ലല്ലേ, മേളിൽ ആ വീടെന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ടും വരല്ലേ. അപ്പോൾ ഇത് പറയേണ്ടിടത്ത് പറഞ്ഞുകൊണ്ട് കർത്താവ് ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോവുകയാണ്. ഏത് വീട്ടിൽ പ്രശ്നമുണ്ടായോ ആ വീടിൻ്റെ നാലുകെട്ടിനകത്ത്, മതിലിനകത്ത് അവർ കുഴിച്ച കിണറ്റിലെ വെള്ളം, അവരുടെ വീട്ടിലെ കൽപ്പാത്രം, അവരുടെ വീട്ടിലെ ജോലിക്കാരെ കൊണ്ട് കോരിച്ച് അവരുടെ വീട്ടിലെ വിരുന്നുവാഴിക്ക് കൊടുത്തു. രുചിച്ചു നോക്കിയപ്പോൾ രുചിയുള്ള വീഞ്ഞായെങ്കിൽ ഏത് വീട്ടിൽ പ്രശ്നമുണ്ടായോ ആ വീടിൻ്റെ 4 ഭിത്തിക്കകത്ത് പ്രശ്നം തീർത്തു. അതാ യേശു. അങ്ങനെ പ്രശ്നം തീർക്കാൻ കഴിയുന്നത് പാസ്റ്റർമാരോ അല്ലെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുന്നവരൊന്നുമല്ല, അത് യേശുവിനെ കൊണ്ടേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഏത് പരിഹരിക്കപ്പെടാൻ വയ്യാത്ത വിഷയം വന്നാലും എൻ്റെ പൊന്നുമോനെ മുഴങ്കാലും അടക്കി യേശുവിനെ കാര്യമേൽപ്പിക്ക്. ചെവി അറിയാതെ ആ പ്രശ്നം പരിഹരിച്ചിരിക്കും. അങ്ങനെ സന്തോഷകരമായ ജീവിതം നയിക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ.